ഓക്കെ സെറ്റ് ഓക്കെ ബൈ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന എവിടെയാന്ന് അറിയാമോ? നമ്മുടെ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന്റെ ഡാൻസ് നമുക്കാണ്. അങ്ങനെ നമ്മൾ കാർത്തിക് സൂര്യയും അവിടെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഫേമസ് ആയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുമായിട്ട് നമുക്ക് ഇന്ന് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഞാൻ മാത്രമല്ല കേട്ടോ, വിജയ്, ഷൈജു വിജയും ഉണ്ട്, ചേട്ടനും നമ്മൾ മൂന്നുപേരും കൂടെയാണ് പോണത്. അപ്പം പിന്നെ നമുക്ക് പൊളിക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്താണോ കേരളത്തിലാണോ? കേരളത്തിൽ ഹർത്താലാണ് കേട്ടോ, പണിമുടക്കൊക്കെയാണ്. ഞങ്ങളിങ്ങനെ കാറും കൊണ്ട് ഇറങ്ങി, പക്ഷെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഓടുന്നുണ്ട് റോഡിൽ. ഇടയ്ക്കിടയ്ക്ക് കൊടിയൊക്കെ കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. കല്ലെറി കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ നേരത്തെ ഒരു പാട്ട് എഡിറ്റ് ചെയ്തൊക്കെ കാർത്തിക് സൂര്യക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിലൊരു പേർ അവർക്കുണ്ട്, അതൊക്കെ നമ്മൾ കമ്പോസ് ചെയ്ത് വീഡിയോ എടുത്ത് കൊടുത്തിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ വരുന്നത്. അപ്പൊ ഷൈജു പറയണമെന്ന് വെച്ചാൽ ഷൈജു വിജയ് എന്ന് പറയാൻ പാടില്ല, ഷൈജു ദളപതി എന്നേ പറയാൻ പാടുള്ളൂ എന്ന്. കാരണം വെച്ചാൽ എല്ലാരും വിചാരിക്കും വിജയ് ഷൈജുവിന്റെ അച്ഛനാണെന്ന്. അതുകൊണ്ട് ഷൈജു വിജയ് ഒഴിവാക്കി നമ്മളിനി ഷൈജു ദളപതി എന്ന് പറയുന്നതായിരിക്കും. സമാധാനമായ? അപ്പോൾ നമ്മൾ കാർത്തിക് സൂര്യയുടെ വീട്ടിലെത്തി. ഇവിടെ കല്യാണത്തിനൊക്കെ ഉള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കാർത്തിക്കിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഫാമിലി എങ്ങനെയാണ് അതേ തോന്നി. ഇതിവിടെ ഫ്രണ്ട്സ് ഏത് ഫാമിലി ഏത് അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. സൈഡ് നോക്കി ചെയ്തേട്ടാ, കിട്ടും കേട്ടാ. അമ്പാടി നോക്കിട്ട് റൈറ്റ് അല്ലേ ഫ്രണ്ട്? അതെ. ശ്രദ്ധിച്ചോ? ഫ്രണ്ടിലോട്ട് നീ പടിയടാ. 1 2 3 4. അവിടെ 1 2 3 4. വീണ്ടും 1 2 3 4 5 6 7 8. ഓക്കെ. ചോദ്യം വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാമ്പട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അറിയാമോ? ഇത് അത്രയും പറയണം. പക്ഷേ ഞാൻ കണ്ടപ്പോൾ കണ്ടെത്തിയ 1000 താരകൾ പിന്നെയും പിന്നെയും കാണാതെ കഴിയുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. ഒറ്റപ്പോൾ ആദ്യ തേങ്ങിറഞ്ഞു പോലെ നീവിരുന്നു ഉള്ളിലൊരു ചെറു മോഹമല്ല. ഒരു കൈ നമ്മളെ നോക്കി. ഒരു കൈ 1 2 3 4 5 6. എടാ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. മറ്റേ വേണ്ട, മറ്റേ മിന്നലുള്ള എടുത്തോട്ട് നീ ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്റെ റൂമിൽ നിന്ന്. എടാ നിങ്ങൾ ഇനി അടുത്ത എപ്പോഴായിരിക്കും വരിക? നമുക്ക് 12-ാം തീയതി. 12-ാം തീയതി. ഓക്കെ. എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേ ദിവസം. അന്നാണ് ഞാനും വർഷം കൂടെ ഉള്ള അതും കൂടെ നോക്കണം. അടിപൊളി ആക്കണം കേട്ടോ. ഉറപ്പായിട്ടും ആക്കണം. കാരണം രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ അന്ന് എന്തായാലും രണ്ടുപേരും കാണും. ഓക്കെ. റെഡി ആയിപ്പോ ഇതെന്താണ് വലിയ പോലൊക്കെ ആയിട്ട്? ഇത് ഷൈജു. ഹലോ ഷൈജു ബ്രോ, നന്നായിട്ട് അടിയിലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പതുക്കെ കുളിച്ചൊക്കെ ഫ്രഷ് ആയി ഇറങ്ങട്ടെ കേസ് നിങ്ങൾ പോഡ്കാസ്റ്റ് എടുക്കാൻ. ഓക്കെ.
അപ്പോൾ നമുക്ക് 12-ാം തീയതി കാണാം. നമുക്ക് പക്ഷെ ഇന്നുണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. ആ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്ത പോലെ തീർക്കായിരുന്നു. അവരുടെ കപ്പിള് നടന്നു, നമ്മുടെ കപ്പിള് നടന്നില്ല. നമ്മൾ കപ്പിളായിട്ടില്ല. പിന്നെ നമ്മളെ മെയിൻ ഡാൻസറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസറാണ് ഇതിൽ. അതിപ്പോൾ സംഭവിച്ച 3 പേരുണ്ടായിരുന്നു, അതിൽ 2 പേര് പൊക്കളഞ്ഞു. ഒരാൾ ഈ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ്, പക്ഷെ കണ്ടില്ല. ഇപ്പൊ നമ്മളാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യും, ആര് വന്നാലും വന്നില്ലെങ്കിൽ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. അവൻ വന്നിട്ട് പഠിച്ചോളും. നമ്മുടെ തരംഗ് ഡാൻസിനും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. നല്ലപോലെ പരിപാടി ചെയ്തു. ഈ പരിപാടി ഗംഭീരമാക്കി തന്നാൽ മാത്രം മതി. ആ ഞങ്ങൾ വെഡിങ്ങിനാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ല ഇവര് സെറ്റാക്കി ഇത്ര നല്ല സിമ്പിൾ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന തരങ്കിലും പേര് ജെനി, ദീപു, ഷൈജു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്യാത്ത മോശമായി. അല്ല ചെയ്യുന്നുണ്ട്, നമ്മൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെറിയ സിമ്പിൾ സമയം ഉണ്ടെങ്കിൽ കയറി വരും, സമയം ഇല്ലെങ്കിൽ മാറി. അവിടുന്ന് അതാണ് അപ്പോൾ ആ ടൈമിൽ നമ്മൾ നോക്കണം. അത് നമുക്ക് പിടിക്കാം, സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, ഓക്കെ സെറ്റ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്, പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നു. ഇനി അടുത്ത ഒരു പ്രാക്ടീസ് സെക്ഷനും കൂടെ ഉണ്ട്. അത് അന്ന് ബ്രൈഡും ഗ്രൂമും കൂടെ ഒരുമിച്ചുള്ള ഡാൻസ് ഉണ്ട്. അത് ഇപ്പം നോക്കിയിട്ടില്ല, അതാണ് ലാസ്റ്റ് സെക്ഷൻ. അതാകുമ്പോൾ ഷൈജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.